ഇന്ന് കുറച്ച് ഫലവൃക്ഷാദികൾ നട്ടു വളർത്താനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനുള്ള ഭൂമി സ്ഥലം ശരിയാക്കണം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു കയറെടുക്കുക, അടി അറ്റത്ത് അറ്റം വരെ അങ്ങോട്ട് കെട്ടാം. എന്നിട്ട് നല്ല വലിച്ചങ്ങോട്ട് കെട്ടാം സ്ട്രെയിറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നട്ടു വളർത്തി കഴിഞ്ഞാലേ നല്ല ഭംഗിയിൽ ഓരോ ചെടികൾക്കും തുല്യ അകലം. അപ്പം ഞാനെല്ലാം ഒരു 12 അടി അകലത്തിലാണ് വയ്ക്കുന്നത് കേട്ടോ. ഒരു കോലെടുത്തിട്ട് ഇപ്പോൾ ഈ സൈഡിൽ കെട്ടാനായിട്ട് ഒന്നുമില്ല. അപ്പം നമ്മളുടെ പിക്കാസ് കൊണ്ട് അടിച്ച് കയറ്റി ഇനി ഇതുമ്പോൾ കയറ് കെട്ടി വയ്ക്കും. എന്നിട്ട് നമ്മൾ അകലം കറക്റ്റ് ചെയ്യണം കേട്ടോ. 12 അടി വടക്ക് തെക്ക് കിഴക്ക് ഏത് വശത്തേക്ക് നോക്കിയാലും 12 അടി എടുക്കണം. കാരണം നമ്മളിതൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മാൻ പവർ എന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പം ഞാൻ തന്നെയാണ് ഇത് കളയ്ക്കുന്നത് കണ്ടോ. മാൻ പവർ കിട്ടും 1000 രൂപ, ഒരു 4 മണിക്കൂർ കഷ്ടി കളയ്ക്കും. സംഗതി 7 മണിക്കൂറുണ്ട്. അതിൽ ബീഡി വലി, സിഗരറ്റ് വലി, കഞ്ചാവടി, പിന്നെ ചായക്കടയിൽ പോക്ക്, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്കൂറുള്ളൂ. അതിന് 1000 രൂപ കൊടുക്കണം. അത് നമുക്കിപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് ആ പണി കഴിക്കാൻ പറ്റും. പിന്നെ മാൻ പവർ ഇല്ലാത്ത കാരണം ഇനി നമ്മളിത് ഇത്രയും 12 അടി അകലമുള്ളതുകൊണ്ട് ഇനി ഹിറ്റാച്ചി വിളിക്കണം നമ്മൾ. അപ്പോൾ അതിനെ കൊണ്ടൊന്ന് ഉഴുതു കഴിഞ്ഞാൽ പുല്ലും പൂവും മണ്ണൊക്കെ ഒന്ന് ഇളകി കിടക്കും. അപ്പോൾ വേനൽക്കാലത്ത് ഈ മണ്ണിലത്തെ ഈർപ്പം പോവില്ല. അങ്ങനെയുള്ള പല ഗുണങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് മണ്ണുത്തി പോയേക്കണം. മണ്ണുത്തി പോയിട്ട് അവിടെ നിന്ന് ഒരു 80 തരം ഫ്രൂട്ട്സ് ചെടികൾ വെച്ചിട്ടുണ്ട്. മാവും പ്ലാവും എന്നല്ല, മറ്റുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയാലേ നമുക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ അവരുടെ മക്കൾക്കും കഴിക്കാം ഉണ്ടോ. അപ്പോൾ ഈ ചെടികളുണ്ട്, ഇതൊക്കെ കുഴിച്ചിടാണ് ഇന്ന് എൻ്റെ പണി. അപ്പോൾ നമ്മൾ ഈ കുഴിയിലൊക്കെ കുറച്ച് വളം, ആട്ടുംകട്ടം അല്ലെങ്കിൽ ചാണകം ഇതിട്ടിട്ട് വേണം കുഴിച്ചിടാനായിട്ട്. എന്നിട്ട് മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയിടണം. ഞാൻ ചെയ്തെന്തോ ഒരു 1.5 അടിക്ക് കുഴി അങ്ങോട്ട് താഴ്ത്തി, 1.5 അടിക്ക് താഴ്ത്തിയിട്ട് പിന്നെ മണ്ണിട്ട് മൂടിയതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ട് വീണ്ടും കളച്ചു അതിലാണ് വെക്കുന്നത്. ഇതൊക്കെ ഒട്ട് തൈക്കളായ കാരണേ, ബഡ് തൈക്കളായ കാരണം ഇതൊന്നും കൂടുതൽ താഴ്ചയിൽ കുഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് കുഴിക്ക് നമ്മളൊരു ഈ എന്താ പറയുക, ഒരു സ്പോഞ്ച് പോലെ, ചതുപ്പ് പോലെ, അതായത് മണ്ണിൽ ഇളക്കം കിട്ടി കഴിഞ്ഞാലേ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ അങ്ങോട്ട് താഴ്ന്നേക്ക് പോക്കണം. സ്പോഞ്ചിൽ കൂടെ വെള്ളം പോണ പോലെ അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല മണ്ണൊക്കെ ഇളക്കി മറിച്ചിട്ടേക്കണം കണ്ടോ. ഇതിൻ്റെ അടിയിൽ നിന്ന് കണ്ടോ, അടിവശം നമ്മൾ മുറിച്ച് കളയുക. അതിന് ശേഷം പ്ലാസ്റ്റിക് കുഴിയിൽ വെച്ചിട്ട് പിന്നെ പ്ലാസ്റ്റിക് മുറിച്ച് കളയുക, മണ്ണിട്ട് മൂട കണ്ടോ. കുറച്ച് വളമൊക്കെ ഉണ്ടല്ലേ, ചാണകപ്പൊടികളൊക്കെ കിടക്കണുണ്ടോ. ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് അങ്ങോട്ട് തഴച്ച് വളർന്നോളും. അപ്പോൾ നമുക്കൊരു ഇവർ പറയുന്നത് 1.5 വർഷം 2 വർഷം കഴിയുമ്പോഴേക്കും ഇതുമൊക്കെ ഫലങ്ങളുണ്ടായി കൊടുക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ കിട്ടും കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു പണികളാണ്. ഇങ്ങനെ ചെയ്തു വെച്ചാലേ നമുക്ക് കടകളിൽ പോയിട്ട് ഇതാണ് റെഡ് ഗോവയല്ല, GUA ഗുവ, മനസ്സിലായോ? ആ സാധനമാണിത്. പേരയ്ക്കാന്ന് പറയും. പേരയ്ക്കാന്ന് മാത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ. ഈ ചേട്ടന് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, തമിഴ് അറിയില്ല. I know 6 languages: Arabic, Hindi, Tamil, Urdu, Malayalam, English. So you don't think about me. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സാധനങ്ങൾ കണ്ടോ. എന്താ ഫിമാലും അറബി. അപ്പോൾ ഇത് സപ്പോർട്ടന്മാരാണ്. ഇതുണ്ടോ പ്ലാസ്റ്റിക് നമ്മൾ അടിവശം കട്ട് ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് കുഴിയിൽ വയ്ക്കുക, എന്നിട്ട് പ്ലാസ്റ്റിക് സൈഡ് മുറിച്ച് കളയാം, എന്നിട്ടാണ് മണ്ണിട്ട് മൂടുക കണ്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 4 മണിക്കൂർ പണി കഴിഞ്ഞു. എൻ്റെ 4 മണിക്കൂർ എന്ന് വെച്ചാൽ ഒരു തൊഴിലാളിയുടെ 8 മണിക്കൂർ അല്ല 2 ദിവസത്തെ പണി കഴിഞ്ഞു എന്ന് പറയാം. അതുപോലെയല്ല എൻ്റെ പണികൾ. അപ്പോൾ ഭാര്യ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഇടയ്ക്കിട്ട് പോവും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കാമെന്ന് പറയും. ഇന്ന് എന്താ ഭക്ഷണം എന്നുള്ളത് അവിടെ ചെല്ലുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ടൗണുകാരല്ലേ പുതിയ പുതിയ ഓരോ ഫാഷൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ അതൊക്കെ കഴിക്കലാണ് എൻ്റെ പണി.
അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളെല്ലാവരും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് എന്നെ അനുഗ്രഹിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ.